നമസ്കാരം. 9 മണി വാർത്ത ആരംഭിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സാഹചര്യം നമുക്കറിയാം. ഈ പശ്ചിമേഷ്യയിലെ സാഹചര്യത്തിന്റെ രൂക്ഷമായതിന് പിന്നാലെ 3 തവണയാണ് ഇപ്പോൾ വാണിജ്യ സിലിണ്ടറിന്റെ വില കൂട്ടിയത്. ഇപ്പോൾ കൂട്ടിയത് ഒറ്റയടിക്ക് എത്രയാണോ? 993 രൂപ, ഏതാണ്ട് 1000 രൂപയോളം. ഹോട്ടലുകൾക്ക് വലിയ പ്രതിസന്ധിയാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എങ്ങനെയാണ് ഇതിനി വിലക്കയറ്റമുണ്ടാക്കുമോ, അല്ലെങ്കിൽ ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ നിരക്ക് കൂട്ടുമ്പോൾ ഒരു ചായക്ക് ഇനി എത്ര രൂപ? ഇപ്പോൾ തന്നെ പലയിടത്തും 12 രൂപയൊക്കെയാണ് ചായയുടെ വില. അപ്പോൾ ഇനി അത് എത്രയിലേക്ക് എത്തുമൊക്കെ അറിയേണ്ടതുണ്ട്. നമുക്ക് ആ വാർത്തയിലേക്ക് എത്താം. ഒപ്പം പേട്രിയറ്റിനെ വരവേൽക്കുകയാണ് ആരാധകർ. കേരളമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഈ വാർത്തകളിലേക്ക് വിശദമായി കടക്കുകയാണ് 9 മണി വാർത്ത. ആദ്യം തലക്കെട്ടുകൾ. പേട്രിയറ്റിനെ ആവേശത്തോടെ വരവേൽക്കാൻ ആരാധകർ. തിയേറ്ററുകളിൽ ഉത്സവാന്തരീക്ഷം. മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിക്കുന്നത് 18 വർഷങ്ങൾക്ക് ശേഷം. ആദ്യ ദിനത്തിലെ ഷോകളെല്ലാം ഹൗസ്ഫുൾ. ഹോട്ടലുകളെ പ്രതിസന്ധിയിലാക്കി വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ കൂട്ടി. 19 കിലോ സിലിണ്ടറിന് ഒറ്റയടിക്ക് കൂടിയത് 993 രൂപ. യുദ്ധം തുടങ്ങിയ ശേഷം വാണിജ്യ സിലിണ്ടറിന്റെ വില കൂടുന്നത് ഇത് 3ാം തവണ. ഗാർഹിക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ പാർലമെന്റ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി KC വേണുഗോപാലിന് വീണ്ടും നിയമനം. 2027 വരെ PAC അധ്യക്ഷനായ KC തുടരും. നിയമനം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KCയെയാണ് ഹൈക്കമാൻഡിന് താൽപര്യമെന്ന ചർച്ചകൾ സജീവമായിരിക്കെ കാത്തിരിപ്പ് തീരാൻ ഇനി 2 നാൾ. എക്സിറ്റ് പോളുകളിൽ പ്രതീക്ഷ അർപ്പിച്ച UDF. ഭരണ തുടർച്ചാ പ്രതീക്ഷയിൽ LDFും. പ്രവചനങ്ങളിലെ മുന്നേറ്റത്തിൽ പ്രതീക്ഷയുമായി NDA. ബംഗാളിൽ നാടകീയ രാഷ്ട്രീയ രംഗങ്ങൾ. EVM തുറക്കാൻ ശ്രമമെന്നാരോപിച്ച് തൃണമൂൽ പ്രതിഷേധം. ഭവാനിപ്പൂരിൽ പ്രതിഷേധത്തിന് നേരിട്ടെത്തി മമതാ ബാനർജി. തെരഞ്ഞെടുപ്പ് കമ്മീഷനും BJPക്കും രൂക്ഷ വിമർശനം. മമതയെത്തിയ വാഹനം തടഞ്ഞ BJP. പശ്ചിമേഷ്യയിൽ യുദ്ധം അന്തരീക്ഷം അതിരൂക്ഷം. ലെബനനിലേക്ക് ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. 34 പേർ കൊല്ലപ്പെട്ടു. ഇറാനിലേക്കും ഇറാഖിലേക്കും ലെബനനിലേക്കും UAE പൗരന്മാർക്ക് യാത്രാവിലക്ക്. സംസ്ഥാനത്ത് വേനൽ മഴ കൂടുതൽ ശക്തമാകും. കോട്ടയം, ഇടുക്കി, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മഴ എത്തിയതോടെ ചൂടിന് നേരിയ ശമനം. IPL റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് ജയം. ഇന്ന് രാജസ്ഥാൻ ഡൽഹി പോരാട്ടം. വിശദമായി കിടക്കുകയാണ് 9 മണി വാർത്തയിലേക്ക്. മമ്മൂട്ടിയും മോഹൻലാലും പ്രധാന വേഷങ്ങളിലെത്തുന്ന മഹേഷ് നാരായണൻ ചിത്രം പേട്രിയറ്റ് ലോകമെമ്പാടുള്ള തിയേറ്ററുകളിൽ ഇതാ റിലീസ് ചെയ്യാൻ പോവുകയാണ്. നീണ്ട 18 വർഷങ്ങൾക്ക് ശേഷമാണ് താരരാജാക്കന്മാർ മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിച്ച് എത്തുന്നത്. കൊച്ചിയിൽ കവിതാ തിയേറ്ററിൽ നിന്ന് നവമി ദിനേശ്, ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ നിന്ന് ഡാനി പോൾ, തിരുവനന്തപുരത്ത് നിന്ന് ഹരി എന്നിവർ ചേരുന്നുണ്ട്. ഞാൻ ആദ്യം ഹരിയിലേക്ക് പോകുന്നു. ഹരി, അപ്പോൾ ദേ തുടങ്ങുകയാണ് ഷോ. എന്താണ് ആരാധകരുടെ ഒരു ആദ്യ പ്രതികരണം? എത്രത്തോളം ആവേശത്തിലാണ് അവർ? എൽഡോ വലിയ ആവേശത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. 9:15 ഷോ തുടങ്ങുന്നത്. സ്വാഭാവികമായിട്ടും ആരാധകർ ഇപ്പോൾ തിയേറ്ററിലേക്ക് പോവാണ്. നമുക്ക് ചില മമ്മൂട്ടി ഫാൻസ് ഒപ്പം ഉണ്ട്. അവരോട് തന്നെ ചോദിക്കും, ചേട്ടാ പ്രതീക്ഷ എന്താണ്? നല്ല പ്രതീക്ഷയാണ്. നമുക്ക് പറഞ്ഞ പോലെ മലയാള സിനിമയിലെ വഴിത്തിരിവാന്നാണ് നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തത്. കട്ട വെയിറ്റിംഗ്. അതെ, ആ ഒരു കട്ട വെയിറ്റിംഗിൽ നിൽക്കുകയാണ് ആരാധകർ. സ്വാഭാവികമാണ്. നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും 9:15 സ്വാഭാവികമായിട്ട് സിനിമ തുടങ്ങും. അപ്പോൾ അതനുസരിച്ചുള്ള തിരക്കിൽ നിൽക്കുന്ന ഫാൻസിനെയാണ് നമ്മൾ കാണുന്നത്. എല്ലാവരും കൂട്ടത്തോടെ നിൽപ്പുണ്ട്. ഇതൊക്കെ മമ്മൂട്ടി ഫാൻസിന്റെ ആളുകളാണ്. ഇവരെല്ലാവരും ചേർന്ന് വലിയ ആഘോഷമാക്കുകയായിരുന്നു. കുറച്ച് നിമിഷം മുമ്പ് ഇവിടെ ഹാരവടിയിലേക്ക് ചടങ്ങുകൾക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ഫ്ലെക്സുകൾ ചുറ്റും ഈ ഏരീസ് ഫ്ലെക്സ് തിയേറ്ററിന്റെ കോമ്പൗണ്ടിൽ ഇവരെ സ്ഥാപിച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് ചോദിച്ചു, ചേട്ടാ പ്രതീക്ഷ എത്രമാണ്?
പ്രതീക്ഷയുടെ അപ്പുറമാണ് ഞങ്ങള്. പിന്നെ എല്ലാം ഷോ കഴിഞ്ഞിട്ട് ഞങ്ങളിവിടെ വരും, എന്നിട്ട് ഞങ്ങൾ കുറച്ച് പറയും. കാരണം 18 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ മലയാളത്തിൻ്റെ 2 നക്ഷത്രങ്ങൾ ഒന്നിക്കുകയാണ്. ഒരു ന്യൂ ജനറേഷൻ, പുതിയ ജനറേഷൻ ചിലപ്പോൾ തിയേറ്ററിൽ അവർ ഒന്നിക്കുന്ന സിനിമ കാണുന്നത് ആദ്യമായിട്ടായിരിക്കും. 18 വർഷം കഴിഞ്ഞു. SSLC പ്ലസ് ടു കഴിക്കുന്ന കുട്ടികൾ തിയേറ്ററിൽ നിന്നും അവരുടെ ആദ്യത്തെ അനുഭവമായിരിക്കാം. ഇന്നും മലയാള സിനിമയിലല്ല, ലോക സിനിമയിൽ 50 വർഷമായി പിടിച്ചു നിൽക്കുന്ന 2 നടന്മാരേ ഉള്ളൂ ലോക സിനിമയിൽ. അത് മമ്മൂക്കയും ലാലേട്ടനും തന്നെയാണ്. ഇത്രയും വലിയൊരു ബിഗ് സിനിമ എടുക്കാൻ സന്മനസ് കാണിച്ച ആൻഡ്രൂ ജോസഫിന് വീണ്ടും ബിഗ് സല്യൂട്ട്. അതെ, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഹോളിവുഡിനെയും ബോളിവുഡിനെയും വെല്ലുന്ന ചിത്രമായിരിക്കും. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇങ്ങനെയും സിനിമ എടുക്കാമെന്ന് പുതിയ തലമുറയിൽ ഒരു സിനിമയ്ക്ക് പോലും സഹസംവിധായകനാകാത്ത ഈ സിനിമയുടെ ഡയറക്ടർ, അദ്ദേഹം ഒരു എഡിറ്ററായിരുന്നു. അദ്ദേഹം എടുത്ത സിനിമകളെല്ലാം വൻ വിജയങ്ങളായിരുന്നു. ഇത്രയും വലിയ സ്റ്റാർഡം വെച്ചെടുക്കുന്ന ഈ സിനിമ മഹേഷ് നാരായണൻ്റെ ഒരു പൊൻതൂവലായിരിക്കും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കിട്ടുന്ന യാതൊരു മാറ്റവും. സൂപ്പർ ഹിറ്റായിട്ട് മാറും പടം. 500 കോടി പോകും. വാനോളം അങ്ങനെ അതാണ് വാനോളം പ്രതീക്ഷയായിട്ടാണ് നിൽക്കുന്നത്. ഏകദേശം സമയം ഇപ്പോൾ അടുത്തെത്തി തുടങ്ങി. സ്വാഭാവികമായിട്ടും ആളുകൾ തിയേറ്ററിലേക്ക് പോകുന്ന ഒരു സമയം കൂടിയാണിത്. താരങ്ങളെല്ലാവരും കൊച്ചിയിൽ തന്നെയായിരിക്കും. മമ്മൂട്ടിയും മോഹൻലാലും കേരളത്തിലില്ല എന്നുള്ള വിഷമം ആരാധകർക്കുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ അവർ വലിയ പ്രതീക്ഷയാണ്. കാരണം ഇതൊരു ഡ്രീം കാസ്റ്റ്. ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ, മമ്മൂട്ടി, മോഹൻലാൽ, നയൻതാര തുടങ്ങി വലിയ താരനിര. സ്വാഭാവികമായിട്ടും ആ രീതിയിൽ തന്നെ ജനങ്ങൾ എക്സ്പെക്ട് ചെയ്യുകയാണ്. എന്തായാലും 9:15 ആദ്യ ഷോ ആരംഭിക്കും. ഇതാണ് നമ്മൾ നേരത്തെ വലിയ ആഘോഷം ഉണ്ടായിരുന്നു. ചെണ്ടകൊട്ടും പരിപാടിയും പൂവിടലും തുടങ്ങി കുറേ പരിപാടി ഉണ്ടായിരുന്നു. ഫ്ലെക്സ് ചുറ്റും ഉണ്ടായിരുന്നു. എന്തായാലും മമ്മൂക്കയുടെ 433ാമത്തെ സിനിമ, അതിനകത്ത് ലാലേട്ടൻ്റെ എൻട്രിയും കൂടെ വരുമ്പോഴേക്കും വലിയ പ്രതീക്ഷയായിട്ട് നിൽക്കുകയാണ് ആരാധകർ. പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷയാണ്. കാരണം മോഹൻലാൽ മമ്മൂട്ടി ഒരുപാട് നാളിന് ശേഷം ഒന്നിക്കുന്നതല്ലേ. പണ്ട് നമ്പർ 20 മന്ദിരാസ്മയിലും ഹരികൃഷ്ണൻസും പിന്നെ 2020 ഒക്കെ തിയേറ്റർ കണ്ട എക്സ്പീരിയൻസ്. അതെ 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 അതുകൊണ്ട് തന്നെ പ്രതീക്ഷ ഉണ്ട്. പിന്നെ മഹേഷ് നാരായണൻ്റെ ടേക്ക് ഓഫ് ഒക്കെ എനിക്ക് ഇഷ്ടമാണ്. നല്ലൊരു മേക്കറാണ്. അതുകൊണ്ട് ഒരു ഭയങ്കര മാസി അല്ലെങ്കിലും ഒരു കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് ഇവരുടെ ഒരു പെർഫോമൻസ് കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. 3 മണിക്കൂർ കഴിഞ്ഞ് സന്തോഷത്തോടെ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അതെ അതെ അതാണ് ആ 3 മണിക്കൂറാണ് ചിത്രത്തിന്റെ ദൈർഘ്യം. അത് സന്തോഷത്തോടു കൂടി കാണാൻ കഴിയും എന്നുള്ള വിശ്വാസത്തിൽ പ്രേക്ഷകർ നിൽക്കുകയാണ്. എന്നാൽ പോലും 18 വർഷങ്ങൾക്ക് ശേഷം ഇവർ ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ ആവില്ല എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ്. നമുക്ക് കാണാം ഫാൻസൊക്കെ ഇവിടെ മമ്മൂക്കയുടെ ചുറ്റുമൊക്കെ കൂടി ഇരുന്ന് ഫ്ലെക്സിൽ ചുറ്റും ഫോട്ടോ എടുക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ കുടുംബ പ്രേക്ഷകർ വളരെയധികം രീതിയിൽ കൂടുന്നുണ്ട്. ഫാൻസ് മാത്രമല്ല, ഫാമിലി ഓഡിയൻസും എത്തുന്നുണ്ട്. നമുക്ക് അവരോടും കൂടെ ചോദിക്കാം, എത്രമാത്രം പ്രതീക്ഷയുണ്ട് പടത്തിൽ? പ്രതീക്ഷ ഒരു 95% പ്രതീക്ഷ. മമ്മൂട്ടി ഫാനാണ് നമ്മൾ. പിന്നെ മലയാള സിനിമയിൽ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് കൊടുത്തുകൊണ്ടുള്ളൊരു സിനിമ ഇത് ആദ്യമായിട്ടായിരിക്കും. ബാക്കിയെല്ലാം കണ്ടതിന് ശേഷം പറയാം. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഒരു പ്രതീക്ഷയുടെ കുടുംബമായിട്ടാണ് കുറെ പേര് എത്തുന്നത്. അപ്പോൾ രാവിലത്തെ ഷോ സാധാരണ ഫാൻ ഷോ എന്നുള്ള രീതിയിലൊക്കെ മാറ്റി, രാവിലെ പുലർച്ചെ ഒന്നും ഷോസ് ഇല്ലായിരുന്നു, അതൊക്കെ മാറ്റി നിർത്തി ഇവരിപ്പോൾ സീറ്റ് പിടിക്കാനുള്ള പരിപാടിയിലാണ്. 9:10 5 മിനിറ്റ് കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു തിരക്കിൽ തിരിച്ച് തിയേറ്ററുകളിലേക്ക് കയറുക എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. എന്തായാലും വലിയ ആവേശത്തോടു കൂടി മമ്മൂട്ടി ആരാധകർ നിൽക്കുന്നു. മമ്മൂട്ടിയും മോഹൻലാലിനെയും ഒരുമിച്ച് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം കാണാൻ കഴിയുന്നു. മഹേഷ് നാരായണൻ എന്ന സംവിധായകൻ പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം അസിസ്റ്റ് ചെയ്തിട്ടില്ല ഡയറക്ഷനിൽ. പക്ഷേ അദ്ദേഹം മുമ്പ് എഡിറ്ററായിരുന്നു. വിശ്വരൂപം ഉൾപ്പെടെയുള്ള സിനിമകൾ എഡിറ്റ് ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രധാനപ്പെട്ട പങ്കുകൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാണ്. അത് ആ വ്യക്തിയിൽ നിന്നും ഒരു നിരാശ പ്രതീക്ഷിക്കുന്നില്ല ആരാധകർ. അവർ 18 വർഷത്തിന് ശേഷം ഒന്നിക്കുന്നുണ്ടെങ്കിൽ അത് ഉണ്ടായിരിക്കും, അതിനൊരു കാരണം ഉണ്ടായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. എന്തായാലും തിയേറ്ററിലേക്ക് ആളുകൾ കയറുന്നത് ആ ഒരു സമയത്തിലേക്കാണ് നിൽക്കുന്നത്. ആവശ്യം ജനസമുദ്രം ആ ഒരു ജനസമുദ്രത്തിൽ നിൽക്കുകയാണ്. എന്തായാലും മൊത്തം പ്രേക്ഷകരും തിയേറ്ററിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിലവിൽ തിരുവനന്തപുരത്ത് സംഭവിക്കുന്നത്. അവസാന നിമിഷം എത്തിച്ചേരുന്ന ആളുകളും ഉണ്ട്. ഇതാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കാഴ്ച. റൈറ്റ്, ഹരിയാണ് തിരുവനന്തപുരത്ത് ചേർന്ന്. തിരുവനന്തപുരത്ത് ഏരീസ് പ്രസിലാണ് ഹരി ചേർന്നത്. ഞാൻ കൊച്ചിയിലേക്ക് പോകുന്നു. കൊച്ചിയിൽ അവിടെ നവമിയുണ്ട്. എടപ്പള്ളി വനിതാ തിയേറ്ററിൽ, എനിക്ക് കവിതയിലാണെന്ന് തോന്നുന്നു, കവിതാ തിയേറ്ററിൽ നിന്ന് നവമി. അപ്പോൾ ഈ തിരുവനന്തപുരത്തെ പടം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കൊച്ചിയിൽ 15 മിനിറ്റ് മുമ്പ് തുടങ്ങി, 9 മണിക്ക് തുടങ്ങിയല്ലേ? എന്താണ് പ്രേക്ഷകരൊക്കെ ഇടിമുഴക്കത്തോടുകൂടിയാണ് അകത്തേക്ക് കയറിയത്?
എൽദോ കൊച്ചിയിലും തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. 9:15 തന്നെയാണ് ഇവിടെ ഈ ഷോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കവിതാ തിയേറ്ററിലാണ്. ഇവിടെ ആളുകളുടെ പ്രതികരണമൊക്കെ എടുത്തിട്ട് പ്രത്യേകിച്ച് നമ്മുടെ ജെൻസി കുട്ടികളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്നത്. കാരണം മമ്മൂട്ടി മോഹൻലാലിനെയും ഒന്നിച്ചു വരെ ഫ്രെയിമിൽ അവർക്ക് കാണാൻ കഴിയുന്ന അപൂർവ നിമിഷങ്ങളിൽ ഒന്നാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഹരികൃഷ്ണൻസും അല്ലെങ്കിൽ 2020 ഒന്നും ഇവർ കണ്ടിട്ടില്ല. അതെ, എന്നോട് കവിതാ തിയേറ്ററിൻ്റെ ഉടമ സാജു ജോണി ഉണ്ട്. ചേട്ടാ, മമ്മൂട്ടി മോഹൻലാലും ഒന്നിച്ചാൽ പിന്നെ ഒരു ചരിത്രമാണ്. ആ ചരിത്രമാണ് കവിതാ തിയേറ്റർ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. എത്രത്തോളം സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് 18 കൊല്ലം മുമ്പ് ഇവർ രണ്ടുപേരും ഒന്നിച്ച പടം ഉണ്ടായിരുന്നല്ലോ 2020. അതിനുശേഷം ഇപ്പോൾ വരുന്ന പടമാണ്. ഭയങ്കര ഓളാണ്. 5 ഷോ ഉണ്ട്. 5 ഷോയും ഫുള്ളായി കിടക്കുകയാണ്. വലിയ തിരക്കാണ് ആളുകളുടെ, പ്രത്യേകിച്ച് ജെൻസി കുട്ടികളാണ്. അതെ, എല്ലാം പിള്ളേർ സെറ്റല്ലേ. 20-22 വയസ്സ് താഴെയുള്ളവർ രണ്ടുപേരും ഒന്നിച്ച പടം സ്ക്രീനിൽ കണ്ടിട്ടില്ലല്ലോ. അതിന്റെ ആരവാണ്. നമുക്ക് തിയേറ്ററിലേക്ക് ഒന്ന് ശബ്ദം ആരവം കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താ പറയാ, നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഗൂസ് ബംസ് തോന്നുന്നു. എന്താണ് തിയേറ്ററിനുള്ളിലത്തെ കാഴ്ച എന്തായാലും? അതെ അതെ, എൽദോ, നമുക്ക് മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികളെ പോലെ നമുക്കും ഒരു വികാരം തന്നെയാണ്. അവരൊന്നിച്ചുള്ള സ്ക്രീൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് അത്രയേറെ സന്തോഷത്തോടുകൂടി എക്സൈറ്റഡോട് നമ്മൾ നിൽക്കുന്നതേ. എല്ലാവരും റീൽസ് ഇടാൻ വേണ്ടി ഫോണും നോക്കിയിട്ട് നിൽക്കുക കേട്ടോ. ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഇവരൊന്നിച്ച് വരുന്ന സ്ക്രീൻ്റെ അതിനു മുൻപ് മമ്മൂട്ടിയെയും മോഹൻലാലിന്റെ ഒക്കെ ട്രെയിലർ, അവരുടെ സിനിമയുടെ ക്ലിപ്പുകളൊക്കെ ഇട്ടൊരു ഫാൻ വീഡിയോസ് ഇവിടെ പ്ലേ ചെയ്യുകയാണ്. അത് കണ്ട് ഓളം വെക്കുകയാണ് നമ്മുടെ കുട്ടികൾ. ഇവിടെ വന്നിരിക്കുന്നതിൽ ഭൂരിഭാഗവും ഈ ജെൻസി കുട്ടികളാട്ടോ. ഇപ്പോഴത്തെ പുതിയ തലമുറയാണ്. അവർ ഈ ഒരു ഡിവിഷത്തിന് വളരെ എക്സൈറ്റഡ് ആയിട്ട് തന്നെ കാത്തിരിക്കുകയാണ്. അപ്പം മറ്റൊരു കാഴ്ച കൂടിയുണ്ട്. ഒരു അമ്മ ഒരു കൈക്കുഞ്ഞുമായി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് മോൻ ഭയങ്കര മമ്മൂട്ടി ഫാനാണ്. അപ്പോൾ സാധാരണ അച്ഛനാണ് മോനെ സിനിമ കാണിക്കാൻ കൊണ്ടുവരുന്നത്. ഇന്ന് അപ്പോൾ അച്ഛൻ എത്താൻ സൗകര്യപ്പെടാത്തത് കൊണ്ട് അമ്മ കൈക്കുഞ്ഞുമായിട്ട് മോന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഷോയിൽ എത്തി എന്ന് പറഞ്ഞു. അവരെ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ അവരുടെ പ്രതികരണമൊക്കെ എടുക്കുന്നത്. തിയേറ്ററുകളിൽ ഉത്സവമാണ്. സിനിമ തുടങ്ങാൻ പോകുന്നതിന് മുമ്പ് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും ഒക്കെ ഫിലിം ക്ലിപ്പുകളൊക്കെ കട്ട് ചെയ്തത് ലെജൻഡ്സ് റീയൂണൈറ്റ്സ് എന്നുള്ള മട്ടിൽ ആരാധകരെ ആവേശം കൊള്ളിക്കുന്ന ഒരു ബ്രീഫ് ഷോട്ട്സ് ഒക്കെ കാണിച്ചാണ് തുടങ്ങുന്നത്. മുഴുവൻ ആളുകളും ആവേശത്തോടുകൂടി ആ ദൃശ്യങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. ഒരുപക്ഷെ ഇന്നത്തെ വാട്സപ്പ് സ്റ്റോറികളും ഇൻസ്റ്റാ സ്റ്റാറ്റസുകളും ഒക്കെ മുഴുവൻ ഇതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതാ ചിത്രം സിനിമ തുടങ്ങാൻ പോകുന്നു. എന്താണെങ്കിലും കവിതാ തിയേറ്ററിൽ നിന്നുള്ള കാഴ്ചയാണ് കാണുന്നത്. ആദ്യം മമ്മൂട്ടിയുടെ പ്രധാനപ്പെട്ട സിനിമകളിലെ എന്താ പറയുക ക്ലിപ്പുകളൊക്കെ കാണിച്ചു. പിന്നീട് മോഹൻലാലിന്റെ ആർക്കാണ് കയ്യടി കൂടുതൽ കിട്ടുക എന്നൊന്നും പറഞ്ഞറിയിക്കാൻ വയ്യ. ഒപ്പത്തിനൊപ്പം നിന്ന് ആരാധകർ ഈ സിനിമയെ ആഘോഷിക്കാൻ പോവുകയാണ്. ഇതാ എടപ്പള്ളിയിൽ നിന്നും ഡാനി പോളും ചേരും. ഇപ്പോൾ കവിതാ തിയേറ്ററിൽ നിന്നാണ് നവമി വിവരങ്ങൾ നൽകുന്നത്. നവമി, അപ്പോൾ എന്താണെങ്കിലും സിനിമ തുടങ്ങാൻ പോവുകയാണ്. അവിടുത്തെ ഒരു ഇലക്ട്രിഫൈങ് അറ്റ്മോസ്ഫിയർ അന്ന് തന്നെ ഉറപ്പായിട്ടും പറയണം. ആ അറ്റ്മോസ്ഫിയറിലേക്ക് ഇനി കാര്യങ്ങൾ നമുക്ക് പുറത്തു നിന്ന് കാണാൻ പറ്റും. നമ്മൾ എന്തായാലും ഇപ്പോൾ സിനിമ കാണുന്നില്ലെന്ന് എനിക്കറിയാം. എങ്കിൽ പോലും എന്താണ് അവിടെ നിൽക്കുമ്പോൾ ഒരു ആവേശം? എന്തായാലും ഇത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു ഫീലാട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ഫാൻ ഷോ എന്ന് പറയുന്നത് അത് വേറൊരു വൈബ് തന്നെയായിരിക്കും. എൽദോ പറഞ്ഞ പോലെ എല്ലാവരും ഫോൺ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് അതിന്റെ ആ ഒരു മൊമെന്റ് സ്റ്റാറ്റസ് ഇടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ മറ്റൊരു സിനിമയുടെ ട്രെയിലറാണ് കാണുന്നത്. വേറെ ഒന്നുമല്ല, ദൃശ്യം 3. അത് ഇതിനേക്കാളും മികച്ചതായിരിക്കും. അത് കാണാനൊക്കെ നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. നമുക്ക് കുറച്ച് ആളുകളുടെ പ്രതികരണം എടുക്കാൻ തോന്നുന്നു. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു രക്ഷയില്ല. കണ്ടില്ലേ? ഇളക്കി പൊളിച്ചടുക്കും. ലാലേട്ടനും മമ്മൂക്ക ഫാൻസോടെ പൊളിച്ചടുക്കും. മമ്മൂട്ടിയെ മോഹൻലാലിനെ ഒന്നിച്ച് ഇവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഫാമിലി ആയിട്ട് വന്നിരിക്കുന്നവരുണ്ട് കേട്ടോ. മോനെ മമ്മൂട്ടി ഫാനാണോ മോഹൻലാൽ ഫാനാണോ? മോഹൻലാൽ ഫാൻ. മമ്മൂട്ടി എന്ന് പറയണോ? ലാലേട്ടനെ കാണാൻ വന്നിരിക്കുകയാണ്.
അപ്പൊ എന്തായാലും ലാലേട്ടനെ കാണാൻ വന്നിരിക്കണതേ നമ്മുടെ സിനിമ അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. നമ്മൾ ഇനിയിപ്പോ ഈ പ്രേക്ഷകരെ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയാണെന്ന് തോന്നില്ല. ചേട്ടാ, ലാലേട്ടൻ മമ്മൂട്ടി ലാലേട്ടൻ എക്സൈറ്റഡ് ആണ്, വലിയ ആരവൊക്കെയാണ്. അതാണ് മമ്മൂട്ടി മോഹൻലാൽ. അപ്പൊ എന്തായാലും മമ്മൂട്ടി ഫാൻസ് ഉണ്ട്, മോഹൻലാൽ ഫാൻസ് ഉണ്ട്. അവർക്കിടയിൽ നമ്മൾ ഇവിടെ വെച്ചൊരു അടി ഉണ്ടാക്കരുത്. നമുക്ക് എല്ലാവർക്കും, നമുക്ക് രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. നമ്മൾ കാത്തിരിക്കുന്നത് മമ്മൂട്ടിയും മോഹൻലാലും എപ്പോഴാണ് ആ ഒരു ഫ്രെയിമിൽ വരുന്നത്, ആ ഒരു നിമിഷത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല ഇതിൽ ഫഹദ് ഫാസിൽ ഉണ്ട്, കുഞ്ചാക്കോ ബോബൻ, രേവതി, നയൻതാര, അങ്ങനെ വലിയൊരു താരനിര തന്നെയാണ് ഈ സിനിമയിൽ എത്തുന്നത്. അതിന്റെ ആ ഒരു വലിയ താരനിര കാണാൻ കൂടി തന്നെയാണ് ഈ പ്രേക്ഷകർ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇത് ഫാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്, മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെ ഫാൻസ് ആണ്. അതിൽ ആർക്കാണ് ഫാൻ ബേസ് കൂടുതലെന്ന ചോദ്യം ഇവിടെ അപ്രസക്തമാണ്. എന്തായാലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സിനിമ ആരംഭിക്കും. നമ്മൾ നേരത്തെ നവമി എത്രയും പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ നവമിക്ക് ഇപ്പോൾ കിട്ടിയ സ്വീകാര്യത ആയിരിക്കില്ല, നല്ല കൂവല് കിട്ടും. അവരുടെ സിനിമ അനുഭവം അത് തടസ്സപ്പെടുത്തിയാൽ വേഗം പുറത്തേക്ക് ഇറങ്ങിക്കോ. ഞാൻ ഇനി ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് തൊട്ടു മുമ്പ് പ്രതികരിച്ചിരുന്നു, ന്യൂസ് 18നോട് സംസാരിച്ചിരുന്നു, അതിലേക്ക് പോകാം. പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു. ആന്റണി പെരുമ്പാവൂരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആന്റണി ചേട്ടാ, വലിയ എക്സൈറ്റ്മെന്റ് ആണ്, പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ നിന്ന് കിടക്കും അല്ലേ? തീർച്ചയായിട്ടും കിടക്കും. കാരണം 18 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരെയാണ് മോഹൻലാൽ സാർ മമ്മൂട്ടി സാർ ഒന്നിച്ച് രണ്ടുപേരെയും ഒരേ സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ അഭിമാനമാണ്. അവരുടെ മനസ്സിൽ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ വിചാരിക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രതീക്ഷ മലയാളിക്കെല്ലാം ഉണ്ട്. അവരുടെ പ്രതീക്ഷകളെക്കാൾ മേലെയായിരിക്കും ഈ പടം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇന്നിപ്പോൾ തിയേറ്ററിൽ എത്തുന്നവർ മിസ് ചെയ്യുന്ന രണ്ടുപേര് മമ്മൂട്ടിയും മോഹൻലാലും തന്നെയായിരിക്കും. അവരിന്ന് സിനിമ കാണുന്നുണ്ട്, അവരെവിടെയാണ്, കേരളത്തിലേക്ക് എപ്പോൾ എത്തും? മമ്മൂട്ടി സാർ ഇന്ന് സിനിമ കാണുന്നുണ്ടോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. മോഹൻലാൽ സാർ സിനിമ കാണുന്നുണ്ട്, അത് അമേരിക്കയിലാണ്. അപ്പോൾ അതും ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. കാരണം മുൻകാലങ്ങളിലെല്ലാം കേരളത്തിൽ ലാൽ സാർ സിനിമ കാണാറുണ്ട് റിലീസ് സമയത്ത്. ഈ പ്രാവശ്യം അമേരിക്കയിൽ ഉള്ള മലയാളികളുടെ കൂടെ ഇരുന്ന് കാണാൻ പറ്റുന്നതെന്ന് പറയുന്നതും കേൾക്കുന്നതും ഒക്കെ വലിയ സന്തോഷം തരുന്ന കാര്യം. മറ്റൊരു പ്രത്യേകത, ഈ ജെൻസി കുട്ടികൾ ആദ്യമായിട്ടാണ് തിയേറ്ററിൽ മമ്മൂട്ടിയെ മോഹൻലാലിനെ ഒന്നിച്ച് കാണുന്നത്. 2020 കഴിഞ്ഞതിന് ശേഷം അവരുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അവരതിൽ വലിയ എക്സൈറ്റഡ് ആണ്, അവർ വലിയ സന്തോഷത്തിലാണ് ആ ഒരു ദൃശ്യം കാണുന്നതിന് വേണ്ടി. തീർച്ചയായിട്ടും അതെ. കാരണം എന്ന് വെച്ചാൽ അവർ പറഞ്ഞ് കേട്ട അറിവിലൂടെയാണ് അവരുടെ ജീവിതം ഇവിടം വരെ എത്തിയത്. ആ സമയത്ത് അതിക്ക് മുൻകാലങ്ങളിൽ വന്ന ഇപ്പോൾ പ്രത്യേകിച്ച് മോഹൻലാൽ സാറിൻ്റെ മമ്മൂട്ടി സാറിൻ്റെ സിനിമകളെല്ലാം കണ്ട മലയാളി പ്രേക്ഷകർ കുടുംബങ്ങളെല്ലാം എങ്ങനെയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ യാത്ര എന്ന് മനസ്സിലാക്കിയതാണ്. അത് അവർക്ക് നേരിട്ട് അനുഭവിക്കാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ് ഈ സമയം. അപ്പോൾ അത് വലിയ സന്തോഷം തരും. തീർച്ചയായിട്ടും ഇതുപോലുള്ള ചിത്രങ്ങൾ ഇനിയും ഉണ്ടാകണം. അതിനുവേണ്ടി നമ്മളെല്ലാം ശ്രമിക്കും, മലയാള ഇൻഡസ്ട്രി ശ്രമിക്കും. ഇത് മലയാളത്തിൻ്റെ ഒരു മലയാളിയുടെ ഒരു സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ്. തീർച്ചയായും സന്തോഷം. അപ്പോൾ സിനിമ കണ്ടതിന് ശേഷം ബാക്കി. എന്നാലും ആന്റണി പെരുമ്പാവൂരാണ് സംസാരിച്ചത്. വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഒരിടവേളയ്ക്ക് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും ഒന്നിച്ചെത്തുന്നു എന്നത് തന്നെയാണ്. Wants to know what's the best way to grow? Let's go. Go farther. So far. വാണിജ്യ സിലിണ്ടറിന്റെ വില ഇങ്ങനെ കൂട്ടുന്നത്. അതേസമയം ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല. നവമി ദിനേശ് അതിന്റെ കൂടുതൽ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി കൊച്ചിയിൽ ചേരുന്നുണ്ട്. നവമി തിയേറ്ററിൽ നിന്നിറങ്ങി ഇനി ഹോട്ടലിലേക്കാണ്. അതായത് ഈ ഹോട്ടലുകൾ വല്ലാത്ത പ്രതിസന്ധി നേരിടുന്ന കാര്യത്തിൽ സംശയമില്ല. ഒന്നാമത് ഗ്യാസ് സിലിണ്ടർ ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പിന്നീട് ഇപ്പോൾ ഇതാ വില മൂന്നാമതും കൂട്ടുന്നു. ഇത് ഒറ്റയടിക്ക് ഏതാണ്ട് 1000 രൂപ കൂടുന്ന സാഹചര്യം. എങ്ങനെയാണ് ഇതിനെ മറികടക്കാൻ കഴിയുക? എങ്ങനെയാണ് ഹോട്ടലുകാർ പ്രതികരിക്കുന്നത്? എന്തായാലും ഹോട്ടൽ ഉടമകളെ സംബന്ധിച്ച് വലിയൊരു ഇരുട്ടടി തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ നമുക്കറിയാം യുദ്ധം കാരണം സിലിണ്ടറുടെ ക്ഷാമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ കൊടുക്കുന്ന ആഹാരത്തിന്റെ ഇനങ്ങളുടെ
എണ്ണം വെട്ടിക്കുറയ്ക്കുന്ന ഒരു രീതിയിലാണ്. അല്പമൊക്കെ ഈ ബില്ലിൽ തന്നെ അല്പം ഉയർച്ച നമുക്ക് ആ ബില്ല് കിട്ടുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. സാധനങ്ങളുടെയൊക്കെ വില കൂട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്തിനു പറയുന്നത്, നമ്മളൊരു നാരങ്ങ വെള്ളം കുടിക്കാൻ പോകുമ്പോൾ പോലും വലിയ വിലയാണ്. നാരങ്ങയുടെ വില കൂടി. അത് ഈ ഒരു പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ഇന്ധനവില കുത്തനെ ഉയർത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ഹോട്ടൽ ഉടമകളോട് തന്നെ ചോദിക്കാം അവരെങ്ങനെയാണ് ഈ ഒരു പ്രതിസന്ധിയെ നേരിടാൻ പോകുന്നതെന്ന്. ചേട്ടാ, 900 രൂപയാണ് ഉയർത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളെ സംബന്ധിച്ച് വലിയ ബുദ്ധിമുട്ട് തന്നെയല്ലേ? തീർച്ചയായിട്ടും വളരെ ബുദ്ധിമുട്ടിലാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതിൽ ഇപ്പോൾ 600 രൂപ കൂടുതൽ കൊടുത്താണ് ഞങ്ങളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്കിലാണ് നമുക്ക് തരുന്നതെന്ന് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ നമുക്ക് നേരത്തെ ഞാൻ കാരണം തന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഞങ്ങൾക്ക് 1 എണ്ണം 2 എണ്ണം ഒക്കെയാണ് തന്നുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് ഞങ്ങളിപ്പോൾ അതില്ലാത്ത കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫുഡ് ഉച്ചക്കലത്തെ മീൽസ് നിർത്തിയിരിക്കുകയാണ്. മീൽസ് ഇല്ല. അത്യാവശ്യം ഞങ്ങൾ കൊടുക്കേണ്ട ഫുഡുകൾ മാത്രം ഈ കിട്ടുന്ന സിലിണ്ടറിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പൊറോട്ട, ചപ്പാത്തി ഇങ്ങനെയുള്ള ഐറ്റംസ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. മീൽസ് എന്ന് പറയുന്ന പരിപാടി നമുക്ക് ഒരു ദിവസം 10-100 മീൽസ് പോയിക്കൊണ്ടിരുന്ന ആ മീൽസ് പോലും നമ്മളിപ്പോൾ നിർത്തി വെച്ചിട്ട് ഇപ്പോൾ 28 ദിവസമായി. ഇതുവരെയായിട്ട് നമുക്ക് ഗ്യാസ് കിട്ടാത്തത് കാരണം നമുക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ വില കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ സാധനങ്ങളുടെ വില കൂടും. സ്വാഭാവികമായി നിങ്ങൾ ഉപഭോക്താക്കളെയാണ് ഇത് വളരെ വലിയ രീതിയിൽ ബാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് 100% ഈ ഉപഭോക്താക്കളെ ബാധിക്കുകയും ചെയ്യും. ഈ വരുന്ന കസ്റ്റമേഴ്സ് പോലും നമ്മളോട് ഈ സാധനത്തിന് വില കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുകയും ചെയ്യും. പിന്നെ നമ്മൾ അതിന് മറുപടി പറയാൻ നിൽക്കേണ്ടി വരും. അത് നമുക്ക് അവരോട് പറയാൻ പറ്റുമോ, ഗ്യാസിന് വില കൂടിയത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്ന് പറയും. ഓൾറെഡി നമ്മളോട് ഇപ്പോൾ കമൻറ്റ് ചെയ്യുന്നുണ്ട്, ഫുഡ് നിങ്ങളിപ്പോൾ നല്ലതല്ല തരുന്നത്. കാര്യം നമ്മൾ നേരത്തെ കൊടുത്തോണ്ടിരുന്ന ലൈവിലാണ് ഫുഡ് കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ലൈവിൽ ഫുഡ് കൊടുക്കാൻ പറ്റുന്നില്ല. കാര്യം നമ്മൾ ലൈവിൽ ഫുഡ് കൊടുത്താൽ ചൂടുണ്ട്, ആൾക്കാർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈവിൽ ഫുഡ് കൊടുക്കാത്തത് കാരണം പറയും ഇത് ചൂടില്ല. എന്തുകൊണ്ടാണ് ചൂടില്ല? ഞങ്ങൾ പറയുന്നത് സാറേ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും ക്ഷമിച്ചു പോകും. ചിലരങ്ങനല്ല, ചിലർ നമ്മളോട് കമൻറ്റ് ചെയ്യും, നിങ്ങളത് പറയേണ്ട കാര്യമുണ്ട്, നിങ്ങൾ ഇതിനെ പിന്നെ തുറന്നു വെച്ചിരിക്കുന്ന അടയ്ക്കാൻ മേലെ എന്നും പറഞ്ഞ് നമ്മളോട് ചൂടാവുകയും ചെയ്യും. അതായിരുന്നു വരുന്ന ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങളും വലിയ വിഷമത്തിലാണ്. തീർച്ചയായിട്ടും 100% വളരെ വിഷമത്തിലാണ്. കാര്യം ഗ്യാസ് സിലിണ്ടറിൻ്റെ പ്രശ്നം കാരണം ഒത്തിരി പ്രശ്നത്തിലാണ്. വരുമാനത്തെയും അത് വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. ബിസിനസ്സിനെ നല്ലോണമൊക്കെ ബാധിച്ചിട്ടുണ്ട്. കാര്യം നേരത്തെ നല്ലോണമൊക്കെ ബിസിനസ് നടന്നുകൊണ്ടിരുന്ന ഇപ്പോൾ അതിൻ്റെ ഒരു 40% പോലും ഇപ്പോൾ നടക്കുന്നില്ല നമുക്ക്. കാര്യം നമുക്ക് മീൽസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ കൂടുതൽ വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതില്ല. നമുക്ക് അതിലും പൈസ കുറവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്റ്റാഫുകളുടെ എണ്ണവും സ്റ്റാഫുകളുടെ എണ്ണം കുറയ്ക്കണമെന്നുണ്ട്. പക്ഷേ ഇത്രയും വലിയൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാഫുകളുടെ എണ്ണം കുറച്ചിട്ട് കാര്യമില്ല. കാര്യം എന്ന് വെച്ചാൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ആൾക്കാർ തന്നെ വേണം. ഒരു ഐറ്റം ഇല്ലെന്നും പറഞ്ഞ് സ്റ്റാഫിനെ കുറച്ചിട്ട് കാര്യമില്ലല്ലോ. സ്റ്റാഫിനെ എങ്ങനെയാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയല്ലേ പറ്റുള്ളൂ. അതാണ് വരുന്ന ഏറ്റവും വലിയ കുഴപ്പം. എന്തോ വലിയ ബുദ്ധിമുട്ട്. അതായത് ആ ഹോട്ടലിൽ ഏതാണ്ട് എത്ര സിലിണ്ടറുകളാണ് ഒരു ദിവസം ഉപയോഗിക്കേണ്ടി വരുന്നത്? അതായത് വേറെ ഒരു സിമ്പിൾ കണക്കെടുക്കാൻ വേണ്ടിയാണ്. ഏതാണ്ട് 1000 രൂപയാണല്ലോ ഇപ്പോൾ കൂടുന്നത്. അപ്പോൾ നേരത്തെ എത്ര സിലിണ്ടർ ഒരു ദിവസം ചിലവുമായിരുന്നു എന്ന് അവർക്കൊരു കണക്ക് കിട്ടാൻ വേണ്ടിയാണ്, നമ്മൾക്കറിയാൻ വേണ്ടി മാത്രമാണ്. അതെ, നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. ചേട്ടാ, ഒരു ദിവസം ഇവിടെ എത്ര സിലിണ്ടറാണ് ആവശ്യമുള്ളത്? ഒരു ദിവസം ഇവിടെ ഞങ്ങൾ 5-6 സിലിണ്ടറാണ് യൂസ് ചെയ്യുന്നത്. മിനിമം 6 സിലിണ്ടറാണ് ഒരു ദിവസം യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വന്നിട്ട് കിട്ടുന്നത് 1 സിലിണ്ടറാണ് ഒരു ദിവസം. 3 ദിവസം മുമ്പ് ബുക്ക് ചെയ്താൽ കിട്ടുന്നത് 1 സിലിണ്ടറാണ് ഇത്, അല്ലെങ്കിൽ 2 സിലിണ്ടർ അങ്ങേ അറ്റം പോയാൽ കിട്ടുന്നത്. നമുക്ക് ഒരു ദിവസം ഇവിടെ 6 സിലിണ്ടറിന് മിനിമം യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കത് കുറവായത് കാരണം നമ്മളുടെ ആഹാരത്തിൻ്റെ പരിപാടി നമ്മൾ കുറച്ചു. സാധനം നമ്മുടെ ആഹാരം കൊടുക്കുന്നത് പെർമനൻ്റായിട്ട് കൊടുത്തുകൊണ്ടിരുന്ന ആഹാരങ്ങൾ കുറച്ചൊക്കെ അങ്ങോട്ട് ഞങ്ങൾ ചേഞ്ച് ചെയ്തു. പൊറോട്ട അങ്ങനെയുള്ള ഐറ്റംസ് ആക്കി, ബിരിയാണി അങ്ങനെയുള്ള ഐറ്റംസ് മാത്രമാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടാണെന്ന് കസ്റ്റമറോട് പറഞ്ഞാലും അവർ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അടയ്ക്കല്ലോ എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമുക്ക് പെർമനൻ്റായിട്ട് ഒത്തിരി കസ്റ്റമേഴ്സ് ഉള്ളതാണ്. അവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ മെയിനായിട്ട് തുറന്നിട്ടിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും വലിയ ചെയ്യുന്നത്. വിറകടുപ്പ് ഞങ്ങൾ താൽക്കാലികമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. ഒരു ബിരിയാണി വെക്കാൻ വേണ്ടി മാത്രമേ, ബാക്കിയുള്ള കാര്യങ്ങളിൽ വിറകടുപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടി മാത്രം വിറകടുപ്പ് താൽക്കാലികമായിട്ട് ചെയ്തിട്ടുള്ളൂ. അത് ടെമ്പററിയാണ്. അത് നല്ല അത് ചെയ്യാൻ പറ്റില്ല. അത് അലൗഡല്ല. ബിൽഡിങ്ങിൽ അലൗഡല്ലാത്തത് കാരണം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അറിഞ്ഞ പ്രശ്നമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനോട്ട് താല്പര്യമില്ല. അപ്പോൾ ഏതോ 6 സിലിണ്ടറാണ് ഈ ഹോട്ടലിൽ ഒരു ദിവസം വേണ്ടത്. അത് 10-15 സിലിണ്ടറുകൾ വേണ്ട ഹോട്ടലുകളും ഉണ്ട് നമ്മുടെ കൊച്ചി നഗരത്തിൽ. അപ്പോൾ ഒരു ദിവസം 6 സിലിണ്ടർ വേണ്ടടുത്ത് 1 സിലിണ്ടറാണ് ഇവർക്കിപ്പോൾ ലഭ്യമാകുന്നത്. ഇങ്ങനെ ഇപ്പോൾ വില കൂടിക്കഴിഞ്ഞാൽ ഇവർ എത്രമാത്രം അവരെ അത് ബാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേട്ടാ, ഇപ്പോൾ ഹോട്ടലുകളുടെ സിലിണ്ടറിൻ്റെ വില കൂടി. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നതിൻ്റെ ബില്ലിൻ്റെ വിലയും കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് അതിജീവിക്കുക? ജീവിച്ചല്ലേ പറ്റൂ. നമ്മൾ കഴിച്ച് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയല്ലേ പറ്റൂ. നമ്മളിപ്പോൾ അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അല്ല ഇപ്പം എന്നാ ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു 100 പ്രാവശ്യം ആലോചിക്കേണ്ട അവസ്ഥയാണ്. പക്ഷെ മാസത്തിൽ ഒരു ദിവസമാണ് പുറത്തിറങ്ങിയെന്ന് ഫുഡ് കഴിക്കുന്നത്. ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ മലപ്പുറത്ത് വരിക. ഇപ്പോൾ ഞങ്ങൾ വന്നപ്പോൾ അവിടെ നിന്ന് കയറി കഴിക്കാമെന്ന് വിചാരിച്ചാൽ ആദ്യമായിട്ട് കയറുന്നതാണ്. പിന്നെ ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല.
കഴിച്ച് കഴിയുമ്പോൾ അറിയാൻ പറ്റും. വീട്ടില് ഗ്യാസ് കിട്ടുന്നുണ്ടോ? ആ വീട്ടിൽ കുഴപ്പമൊന്നുമില്ല. പ്രതിസന്ധിയൊന്നും ഇതുവരേക്ക് നേരിട്ടില്ല. നേരിട്ടിട്ടില്ല. അതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ എൽദോ വല്ലപ്പോഴും കൂടി പുറത്തിറങ്ങി ഫുഡ് കഴിക്കാമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരു 100 തവണ ആലോചിക്കണം. കാരണം ഇതിൻ്റെ വില കൂടുന്നു. മറ്റൊന്ന്, ഇവിടെ കൊച്ചി നഗരത്തെ സംബന്ധിച്ച് സ്വാഭാവികമായും വന്ന് താമസിക്കുന്നവരാണ് കൂടുതലും, യുവാക്കളാണ്. അവരൊക്കെ വീട്ടിൽ ഫുഡ് വയ്ക്കാൻ മടിക്കുന്നവരാണ്. അവരെ സംബന്ധിച്ച് ഈ 3 നേരം ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് ഇനി അല്പം ബുദ്ധിമുട്ടാവും. സ്വാഭാവികമായും ഈ ഗ്യാസിൻ്റെ വില കൂടിയതുകൊണ്ട് ഹോട്ടൽ ഉടമകളും വില വർദ്ധിപ്പിക്കും. അത് വലിയ പ്രതിസന്ധി തന്നെയാണ്. എന്തായാലും ഇതെല്ലാം ബാധിക്കുന്നത് ഉപഭോക്താക്കളെയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എൽദോ, എക്സാക്ട്ലി നവമി പറഞ്ഞതുപോലെ തന്നെ അതാണ് പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ പോക്കറ്റിലെ കനമാണ് കുറയുക എന്നാണെങ്കിലും ആലോചിക്കുക. ആ ഹോട്ടലിൽ തന്നെ ഒരു ദിവസം 6 സിലിണ്ടറാണ് ഉപയോഗിക്കേണ്ടത് ശരാശരി. ചില ഹോട്ടലിൽ അതിലും കൂടുതൽ 10ഉം 15ഉം സിലിണ്ടറുകൾ ഒറ്റ ദിവസം വേണ്ട ഹോട്ടലുകളുണ്ട്. അപ്പോൾ ഏതാണ്ട് 1000 രൂപ ഇപ്പോൾ മാത്രം കൂടിയ സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കൂ. 6000 രൂപ 6 സിലിണ്ടർ എടുക്കുന്ന ആ ഹോട്ടലാണെങ്കിൽ 6000 രൂപ അധിക ചിലവാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് വില കൂട്ടിയേ മതിയാകൂ. അവരുടെ ജീവനക്കാർക്ക് ശമ്പളം, വാടക ഇതൊക്കെ കണക്കാക്കേണ്ടി വരും. നമുക്കൊന്നും അവരോട് തർക്കിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്. ബില്ല് കണ്ട് അന്തിച്ചു പോകുന്ന സാഹചര്യമായിരിക്കും എന്നുള്ളത് മാത്രമാണ് പറഞ്ഞു വെക്കാനുള്ളത്. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്നും ചേർന്നത്. കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ KC വേണുഗോപാലിനെ പാർലമെന്റിലെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി വീണ്ടും നിയമിച്ചു. 2026-27 വർഷത്തേക്കുള്ള കമ്മിറ്റിയാണ് പുനഃസംഘടിപ്പിച്ചത്. 2024 മുതൽ KC വേണുഗോപാലാണ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. വിവരങ്ങളുമായി ഡാൻ കുര്യനാണ് ചേരുന്നത്. ഡാൻ, ഈ കേരളത്തിൽ റിസൾട്ട് വന്നിട്ടില്ല, പക്ഷേ എങ്കിൽ പോലും കോൺഗ്രസിനുള്ളിൽ മുഖ്യമന്ത്രി ചർച്ച വളരെ സജീവമായി നിൽക്കുകയാണല്ലോ. അവിടെ സൈബർ ഇടങ്ങളിലൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്നു. അതിൽ KC വേണുഗോപാലിനാണ് ഹൈക്കമാൻഡിന് ഏറ്റവും കൂടുതൽ താല്പര്യം, അല്ലെങ്കിൽ KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആലോചന എന്നൊക്കെ ഒരുപാട് ചർച്ച നടക്കുന്ന സമയത്താണ് അവിടെ പാർലമെന്റ് അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി അദ്ദേഹം തുടരുന്നു എന്നുള്ള ഈ വാർത്ത വരുന്നത്. അതായത് തൽക്കാലം കേരളത്തിലേക്ക് ഇല്ല KC എന്ന് അനുമാനിക്കാൻ കഴിയുമോ ഈ തീരുമാനം കൊണ്ട്? രാഷ്ട്രീയമായി ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു നീക്കമാണ് കഴിഞ്ഞ ദിവസം പാർലമെന്റ് സ്പീക്കർ ഓം ബിർളയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. കേരളത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഫലം വരാൻ 2 ദിവസം മാത്രം ബാക്കി നിൽക്കുന്നതിനിടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യം ചൂടുപിടിച്ച് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ സജീവമായിരിക്കുന്നതിനിടയിൽ ആ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേട്ട 3 പേരുകളിൽ ഏറ്റവും പ്രമുഖനായ AICCയുടെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കൂടിയായ KC വേണുഗോപാലിനെയാണ് വീണ്ടും 2026-27 വർഷത്തേക്കുള്ള പാർലമെന്റിന്റെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാനായി നിയമിച്ചുകൊണ്ടുള്ള സ്പീക്കർ ഓം ബിർളയുടെ ഉത്തരവ് ഇന്നലെ രാത്രി പുറത്തിറങ്ങിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട കാര്യം, 15 ലോക്സഭാ എംപിമാരും 7 രാജ്യസഭാ എംപിമാരും അടങ്ങുന്ന 22 അംഗ സമിതിയാണ്. അതിന്റെ ചെയർമാനായാണ് മലയാളിയായ KC വേണുഗോപാൽ ആ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഇതിനു മുമ്പ് 3 പേരാണ്, 3 മലയാളികളാണ് PSC അധ്യക്ഷ സ്ഥാനം വഹിച്ചിട്ടുള്ളത്. 1948-49 കാലഘട്ടത്തിൽ ജോൺ മത്തായി, പിന്നീട് 1977-78 കാലഘട്ടത്തിൽ CM സ്റ്റീഫൻ, പിന്നീട് 2014 മുതൽ 2016 വരെ ഒടുവിൽ KV തോമസ്, അതിനുശേഷം KC വേണുഗോപാൽ. അങ്ങനെ 4ാമതൊരു മലയാളി വീണ്ടും ആ സ്ഥാനത്ത് തുടരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് സജീവമായി കടന്നു വരാനുള്ള KCയുടെ നീക്കം തൽക്കാലത്തേക്കെങ്കിലും അവസാനിപ്പിക്കുകയാണോ എന്ന ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന, സസ്പെൻസ് നിറയുന്ന ഒരു ചോദ്യം ബാക്കിയാക്കിക്കൊണ്ടാണ് PSCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് KC വേണുഗോപാൽ തിരികെ എത്തുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ UDFന്റെ മുഖ്യമന്ത്രി പോരിൽ പിന്നെ ശേഷിക്കുന്നത് 2 പേരാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശനും മുൻ പ്രതിപക്ഷ നേതാവും പ്രവർത്തക സമിതി അംഗവുമായ രമേശ് ചെന്നിത്തലയും. ഈ 2 പേരിൽ KC വേണുഗോപാൽ ഇവിടേക്ക് കടന്നു വരുന്നതിൽ നിന്ന് പിൻവാങ്ങുന്ന സാഹചര്യമുണ്ടായാൽ വേണുഗോപാലിന്റെ പിന്തുണ പിന്നെ ആർക്ക് എന്നതാകും UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് എന്ന ചോദ്യത്തിൽ ഏറ്റവും നിർണായകമായി മാറും. ഡാൻ, ഒരു കാര്യം കൂടി ചോദിച്ചിട്ട്, ഒറ്റയ്ക്കൊരു കാര്യം, അതായത് വേറൊന്നുമല്ല, KC വേണുഗോപാലിനെ ഇത്തരത്തിൽ PSC അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എത്തുമ്പോൾ അവിടെ മറ്റൊരു കാര്യം കൂടി വേണമെങ്കിൽ KC ക്യാമ്പിന് പറയാമല്ലോ. അതായത് ദേശീയ സംസ്ഥാന രാഷ്ട്രീയങ്ങളിൽ അല്ലെങ്കിൽ രാജ്യത്തുടനീളം ഒരു മുഖമായി KC നിൽക്കുന്നു. അപ്പോൾ KCയുടെ പ്രാധാന്യമേറുന്നു എന്നുള്ള ഒരു വാദം അവിടെ ഉന്നയിക്കാനുള്ള സാധ്യതയില്ലേ? അതിന് ഇപ്പോൾ ഈ പദവി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അങ്ങനെ പ്രാധാന്യമേറുന്നു എന്ന് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സാഹചര്യമില്ല. കാരണം KC വേണുഗോപാൽ കോൺഗ്രസിലെ നിലവിലെ സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ ദേശീയ രംഗത്തെ ഒരു അവസാന വാക്കായി മാറുന്ന ചുരുക്കപ്പട്ടികയിൽ KC വേണുഗോപാൽ ഉണ്ട്.
കോൺഗ്രസിന്റെ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച രാജ്യത്തെ ഏറ്റവും നിർണായകമായ ഒരു പദവിയാണ്. ആ പദവിയിലിരിക്കുന്ന കെ.സി. വേണുഗോപാൽ മറ്റ് സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കൂടി ഏകോപിപ്പിക്കുന്ന നിർണായകമായ ചുമതലയുണ്ട്. അങ്ങനെ ദേശീയ രംഗത്ത് രാഹുൽ ഗാന്ധിക്കൊപ്പം വലം കൈയായി നിന്ന് കോൺഗ്രസിന്റെ പാർലമെന്റിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പ്രധാനപ്പെട്ട നേതാവാണ് കെ.സി. വേണുഗോപാൽ. ആ കെ.സി. വേണുഗോപാലാണ് ഈ നിർണായകമായ സമയത്ത് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ സ്ഥാനത്ത് 2026-27 വർഷത്തേക്ക് തുടരുമെന്ന തീരുമാനം പാർലമെന്റ് സ്പീക്കറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം വിസമ്മതിച്ചാൽ അദ്ദേഹത്തിന് ഇവിടേക്ക് തിരികെ വരാം. പക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ആ സുപ്രധാനമായ പദവി വേണ്ടെന്ന് വെച്ച് കെ.സി. വേണുഗോപാൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ സജീവമാകാനായി കടന്നു വരുമോ എന്ന ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു ചോദ്യം ബാക്കിയാകുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അനുഭാവികളായിട്ടുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ കെ.സി. വേണുഗോപാൽ അങ്ങനെ തന്നെ ഉണ്ട്, അദ്ദേഹം സംസ്ഥാനത്ത് സജീവമായി തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഒരു വശത്ത് പങ്കുവെക്കുമ്പോൾ ഇന്നലെ അദ്ദേഹത്തിന്റെ വിശ്വസ്തനായ A.P. അനിൽകുമാർ മലപ്പുറത്ത് നടന്ന ഒരു പരിപാടിയിൽ രമേശ് ചെന്നിത്തലയെ വലിയ തരത്തിൽ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് കേരളം കണ്ടതാണ്. അത് ചില സൂചനകൾ കൂടിയാണ് പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് UDF അധികാരത്തിലെത്തിയാൽ ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അത് കൂടുതൽ സങ്കീർണമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് മാറുകയാണ്. കെ.സി. വേണുഗോപാൽ നിർണായകമായ ഈ ഘട്ടത്തിൽ PSC അധ്യക്ഷ സ്ഥാനത്ത് തുടരാൻ തീരുമാനിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. റൈറ്റ്. എന്തായാലും ഡാൻ കുര്യൻ സൂചിപ്പിച്ചതിനാണ് പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും കെ.സി. വേണുഗോപാൽ അത് ഇനി എന്താണ് മുഖ്യമന്ത്രി ചർച്ചകൾക്കിടയിലെ അവസാന വാക്ക് എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണണം. LDFന് ഭരണ തുടർച്ച ഉണ്ടാകുമെന്നാണ് CPM ജനറൽ സെക്രട്ടറി M.A. ബേബി ഇന്ന് പ്രതികരിച്ചത്. എക്സിറ്റ് പോളുകൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടുത്തെത്തിയതും എത്താത്തതുമായിട്ടുള്ള സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. ഊഹാപോഹങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല എന്നും M.A. ബേബി പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ വിധി ആവും എന്ന ഞങ്ങളുടെ LDFന്റെ പ്രവർത്തകരുടെ വിചാരത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. 2 ദിവസം പിന്നെ ഇതിനെക്കുറിച്ച് ഒരുപാട് ഊഹാപോഹിപ്പ് നടത്തുന്നതിന് ഞാൻ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കുന്നില്ല. 4-ാം തീയതി അറിയാൻ പോവുകയാണ്. എക്സിറ്റ് ഫലം എത്രത്തോളം യഥാർത്ഥ ജനവിധിക്ക് അടുത്തെത്തും എന്നുള്ളത് അക്കാഡമിക്കായിട്ട് നമുക്കിനി പരിശോധിക്കാം. അത്രമാത്രമാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. എക്സിറ്റ് പോള് യഥാർത്ഥത്തിൽ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ അടുത്ത് എത്തിയിട്ടുള്ള സന്ദർഭങ്ങളുണ്ട്, അടുത്തെത്താത്ത സന്ദർഭങ്ങളുമുണ്ട്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിൽ ഗർഭകാല ചികിത്സ തേടുകയും പിഴവ് മൂലം അപൂർവ അംഗവൈകല്യത്തോടെ കുട്ടി ജനിക്കുകയും ചെയ്ത സംഭവത്തിൽ 1 വർഷമായിട്ടും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ആരോഗ്യവകുപ്പ്. അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ സ്കാനിംഗ് സെന്ററുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശമുണ്ടായിട്ടും ജില്ലയിലെ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. ഇതിനിടയിൽ കുട്ടിയുടെ ഭക്ഷണവും സൗജന്യ ചികിത്സയും സർക്കാർ ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അതും പാലിക്കപ്പെടുന്നില്ല എന്നാണ് പിതാവ് അനീഷ് ന്യൂസ് 18നോട് പറഞ്ഞത്. നിലവിലത്തെ സാഹചര്യത്തിൽ കൂടുതൽ നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ് കുടുംബം. ന്യൂസ് 18 ഫോളോ. ഈ കാണുന്നത് അഡീഷണൽ ചീഫ് സെക്രട്ടറി 2025 ജനുവരി 10 പുറത്തിറക്കിയ റിപ്പോർട്ടാണ്. റിപ്പോർട്ട് പ്രകാരം ഗർഭസ്ഥ ശിശുവിന്റെ പ്രകടമായ ഗുരുതര അംഗവൈകല്യങ്ങൾ തുടർച്ചയായി സ്കാനിങ്ങിന് വിധേയാക്കിയിട്ടും കണ്ടെത്താൻ കഴിയാതിരുന്ന ശങ്കേഴ്സ്, മിഡാസ് എന്നീ സ്കാൻ സെന്ററുകൾക്ക് രോഗനിർണയത്തിൽ ഗുരുതര വീഴ്ച സംഭവിച്ചതായി ആരോഗ്യവകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കുന്നു. ഈ റിപ്പോർട്ട് പ്രകാരം സ്കാൻ സെന്ററുകളുടെ ലൈസൻസ് ആലപ്പുഴ DMO റദ്ദു ചെയ്തതായും കെട്ടിടം സീൽ ചെയ്തെന്നും ഉപകരണങ്ങൾ പിടിച്ചെടുത്തെന്നും അഡീഷണൽ ചീഫ് സെക്രട്ടറി റിപ്പോർട്ടിലൂടെ പറയുന്നു. എന്നാൽ DMO ആരോഗ്യവകുപ്പിനെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും പുതിയ പേരിൽ ഇതേ ലാബുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഉപകരണങ്ങൾ പിടിച്ചെടുത്തിട്ടില്ലെന്നും പരാതിക്കാരനായ കുട്ടിയുടെ പിതാവ് അനീഷ് വ്യക്തമാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രിയും പ്രത്യേക അന്വേഷണ സംഘത്തെ വെച്ച് അന്വേഷിപ്പിച്ച് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും വലിയ കുറ്റകൃത്യം ചെയ്ത ലാബുകൾക്ക് എതിരെ യാതൊരുവിധ നടപടി എടുത്തിട്ടില്ല. ലാബുകാർ വേറെ പേരിൽ ലാബുകൾ തുടങ്ങിയിരിക്കുന്നു.
അന്വേഷണ സംഘം കണ്ടെത്തിയ വീഴ്ചയിൽ ലാബ് സീൽ ചെയ്ത് നടപടി സ്വീകരിക്കുവാൻ പറഞ്ഞിട്ട് ആരോഗ്യവകുപ്പ് ആലപ്പുഴയിൽ നിന്നും യാതൊരുവിധ നടപടിയും എടുത്തിട്ടില്ല. കുഞ്ഞിന്റെ ചികിത്സയും തുടർ ചികിത്സയും ഉറപ്പുവരുത്തി തരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്നും അപേക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിനോട്. ഗർഭസ്ഥ ശിശുവിന്റെ അമ്മ ഗർഭകാലത്ത് സ്കാനിങ്ങിന് വിധേയമായപ്പോൾ 2 തവണയും പരിശോധന നടത്തിയ റേഡിയോളജിസ്റ്റുകളായ ഡോക്ടർമാർ ആരെന്ന് സ്കാനിംഗ് സെന്ററുകൾ 1 വർഷമായിട്ടും പുറത്തുവിട്ടിട്ടില്ല. രജിസ്റ്ററിൽ വിവരങ്ങൾ ഇല്ലെന്നാണ് ലാബ് അധികൃതർ അന്വേഷണ സംഘത്തോട് പറഞ്ഞിരിക്കുന്നത്. ഈ റേഡിയോളജിസ്റ്റുകൾ ഗർഭകാല ചികിത്സ നടത്തിയ വനിതാ ശിശു ആശുപത്രിയിലെ 2 ഡോക്ടർമാർ എന്നിവരെ പ്രതി ചേർത്ത് സൗത്ത് പോലീസ് കേസെടുത്തെങ്കിലും ആ അന്വേഷണവും എങ്ങും എത്തിയില്ല. ഡ്രൈവറായ അനീഷ് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞുമായി തൊഴിൽ ചെയ്യാൻ പോലും പോകാനാകാതെ ആശുപത്രികൾ കയറിയിറങ്ങി നടക്കുക. പൂർവ്വ രോഗം ബാധിച്ച വിദ്യാർത്ഥിനി വിധിയോട് തനിച്ചു പൊരുതുകയാണ്. പാൻക്രിയാസിനെ ബാധിച്ച മാരക രോഗത്തെ നിശ്ചയദാർഢ്യം കൊണ്ട് നേരിടുകയാണ് ഈ യുവതി. സുമനസുകൾ കനിഞ്ഞാൽ 25 ലക്ഷം രൂപ ചെലവ് വരുന്ന ശസ്ത്രക്രിയയിലൂടെ ഫാത്തിമയുടെ ജീവിതം തിരിച്ചുപിടിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കുടുംബം. പഠനത്തിൽ സമർത്ഥയായിരുന്ന ഫാത്തിമ ഫർഹാന എന്ന 23-കാരി 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിനിടെയാണ് അപൂർവ രോഗം ജീവിതം മാറ്റിമറിച്ചത്. സ്കൂളിൽ തളർന്നു വീണതിന് കാരണം പാൻക്രിയാസിനെ ബാധിക്കുന്ന നെസ്ഡിയോബ്ലാസ്റ്റോസിസ് എന്ന അപൂർവ രോഗമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ സമർത്ഥയായ ഈ വിദ്യാർത്ഥിനിയുടെ ജീവിതം തകിടം മറിഞ്ഞു. ദൈന്യം നിറഞ്ഞ ഈ ദിനങ്ങൾ ഫാത്തിമ ഓർത്തെടുക്കുന്നത് ഇങ്ങനെ. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടായിരുന്നു ഷുഗർ, തലകറങ്ങി വീഴുക, ഓർമ്മക്കുറവുണ്ടായിരുന്നു, എല്ല് പെട്ടെന്ന് ഒടിയുമായിരുന്നു. അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചത്. അപ്പം ആദ്യം തന്നെ ഇത് ഡയഗ്നോസ് ആയിരുന്നോ ഇങ്ങനൊരു? ഇല്ല 4 വർഷം കഴിഞ്ഞാണ് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ചത്. ഇപ്പം എന്താണ് അവർ പറയുന്നൊരു എന്താ ട്രീറ്റ്മെന്റ് ആണ് ഇപ്പം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ട്രാൻസ്പ്ലാന്റ് ആണോ അതോ? ഇപ്പം ട്രാൻസ്പ്ലാന്റ് ആണ് പറഞ്ഞത്. എക്ടമി കഴിഞ്ഞു, ഇപ്പം ട്രാൻസ്പ്ലാന്റ് ആണ് പറയുന്നത് ഡോക്ടേഴ്സ് എല്ലാം. 3 വർഷത്തോളം പല ആശുപത്രികളിൽ കയറിയിറങ്ങി. ഒടുവിൽ ബംഗളൂരുവിലെ HCG ആശുപത്രിയിലാണ് രോഗം കണ്ടെത്തിയത്. പാൻക്രിയാസിന്റെ 90% തലസ്ഥാനത്തെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്തു. എന്നിട്ടും രോഗം കുറഞ്ഞില്ല. ഇപ്പോൾ ഓരോ മാസവും 1 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന കുത്തിവയ്പ്പുകളിലാണ് ജീവിതം. 6 മാസം മുമ്പ് അനുജത്തി ഫാദിയയും സമാനമായ അസുഖബാധിതയായി. ഇതോടെ കുടുംബത്തിന്റെ ദുരിതം ഇരട്ടിച്ചു. സുമനസ്സുകളുടെ സഹായമുണ്ടെങ്കിൽ ജീവിതം തിരിച്ചു പിടിക്കാനാകുമെന്ന പ്രതീക്ഷയാണ് ഫാത്തിമ ഫർഹാനയുടെ വാക്കുകളിൽ നിറയുന്നത്. ഹോസ്പിറ്റൽ എക്സ്പെൻസ് ഒക്കെ നല്ല രീതിക്കാവും. അപ്പം നിങ്ങളുടെ ചെറിയൊരു സംഭാവന കിട്ടിയാൽ പോലും അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. രാഷ്ട്രീയത്തിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നുവെന്ന് കുംഭമേളയിലെ വൈറൽ പെൺകുട്ടി. യഥാർത്ഥ രേഖകൾ തിരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ തനിക്കെതിരെ പരാതി കൊടുത്തിരിക്കുന്നത്. പരാതി എല്ലാം വ്യാജമാണ് എന്നും പെൺകുട്ടി പറഞ്ഞു. वो सब झूठ है, राजनीति पॉलिटिक्स के लिए बीजेपी के लोग ऐसा कर रहे हैं. अनिल विलाई, प्रताप दुबई, नागराज, मेरी फिल्म के डायरेक्टर सनोज मिश्रा, वो लोग ऐसे झूठ बोल रहे कि मेरा एज कम है. सरकार देखो अंधी नहीं होती है, कानून अंधा नहीं होता है. उनने सब कुछ चेक किया, आधार कार्ड. उनने ही मेरे पति के खिलाफ अपहरण केस भी करवाया है, जबकि उनने मेरे पापा ने सबने मिलकर करवाया है कि 27 फरवरी को मुझे किडनैप कर लिया गया है. जबकि मैं 27 फरवरी को मेरे पापा के साथ मध्य प्रदेश थी मेरे घर पे. तो मैं 27 फरवरी को कैसे किडनैप हो सकती हूँ? मैं यहाँ आई 2 मार्च को यहाँ मेरे पापा मेरी शादी तक 11 मार्च तक मेरे साथ में ही थे मेरे पापा. तो मैं 27 फरवरी को कैसे किडनैप हुई? आप ही बताओ. യഥാർത്ഥ വയസ്സ് തെളിയിക്കുന്ന രേഖകൾ തന്റെ കൈവശമുണ്ട് എന്ന് പെൺകുട്ടിയുടെ അഭിഭാഷകൻ പറഞ്ഞു. യഥാർത്ഥ രേഖകൾ എല്ലാം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ടെന്നും അഭിഭാഷകൻ പറയുന്നു. ഇതാണ് ഇവർ ആദ്യമായിട്ട് എടുത്ത ആധാർ കാർഡ്. ഈ ആധാർ കാർഡ് എടുക്കുന്നത് ഏകദേശം 7 വയസ്സുള്ള സമയത്താണ്. ഇവർ പറയും പ്രകാരം ഈ പറയുന്ന ആധാർ കാർഡ് തിരുത്തിയിട്ടാണ്, ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടാണ് പുതിയ റെക്കോർഡ് ഉണ്ടാക്കിയത്. ഈ പറയുന്ന ഡേറ്റ് ഓഫ് ബർത്ത് പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഈ 5 വയസ്സ് അല്ലെങ്കിൽ 7 വയസ്സുള്ള സമയത്ത് ഈ കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആരാ പറഞ്ഞു കൊടുക്കുക? ഇവരുടെ ഫാദർ തന്നെയല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഇവരുടെ പാരന്റ്സ് അല്ലേ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുക. അതിനുശേഷം എടുത്ത ആധാർ കാർഡ് എന്ന് പറയുന്നത് 2015 ഇഷ്യൂ ചെയ്ത അപ്ഡേറ്റഡ് ആധാർ കാർഡാണ്.
ഈ ആധാർ കാർഡിനകത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് ഓൺ ദ ബേസ് ഓഫ് ഈ ആധാർ കാർഡാണ്. ഈ പറയുന്ന 2 ആധാർ കാർഡും വന്നിരിക്കുന്നത് അതിനുശേഷം വന്നിരിക്കുന്നത് പാൻ കാർഡാണ് 2026 വന്നിരിക്കുന്നത്. ഈ പാൻ കാർഡ് എടുക്കുമ്പോഴും വന്നിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് 1/2008 ആണ്. അതിനുശേഷം ബേസ് ഡോക്യുമെന്റിനകത്ത് ബർത്ത് സർട്ടിഫിക്കറ്റ്, ഈ പറയുന്ന ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് ഇതാണ്. ഈ ബർത്ത് സർട്ടിഫിക്കറ്റിനകത്ത് പറഞ്ഞിരിക്കുന്ന ബർത്ത് ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വളരെ കൃത്യമായി 1/1/2008 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് തൊട്ടുമുകളിൽ ആധാർ നമ്പർ എന്ന് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ കുട്ടി ഈ പറയുന്ന 7 വയസ്സുള്ളപ്പോൾ എടുത്ത ആദ്യത്തെ ആധാർ കാർഡ് കാണുന്ന നമ്പർ, അതിന്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റിൽ. ഇത് ഫാബ്രിക്കേറ്റ് ചെയ്താണെങ്കിൽ എങ്ങനെ ഈ പറയുന്ന റീസെന്റ് എടുത്ത 2025 എടുത്ത ഈ പറയുന്ന ബർത്ത് സർട്ടിഫിക്കറ്റിൽ ഈ പറയുന്ന ഡേറ്റ് വരും? ഇസ് എ ഫാബ്രിക്കേറ്റഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോ പുതുതായി കൊണ്ടുവന്നിരിക്കുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഫാബ്രിക്കേറ്റഡ് ആണ്. വോട്ടിംഗ് യന്ത്രത്തിൽ തിരിമറിക്ക് ശ്രമമെന്ന മമതാ ബാനർജിയുടെ ആരോപണത്തിന് പിന്നാലെ ബംഗാളിൽ ബിജെപിയും തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ. തൃണമൂൽ കോൺഗ്രസിന്റെ ആരോപണം പരാജയഭീതി കാരണമാണെന്ന് ബിജെപി ആരോപിച്ചപ്പോൾ ബംഗാളിനോട് കളിച്ചാൽ കഷ്ണങ്ങളാക്കുമെന്നാണ് തൃണമൂൽ നേതാവ് മദൻ മിത്രയുടെ ഭീഷണി. സ്ട്രോങ് റൂമിന് മുന്നിൽ മമതാ ബാനർജി നേരിട്ടെത്തി പ്രതിഷേധിച്ചതോടെ നാടകീയ സംഭവങ്ങളാണ് ഇന്നലെ അർദ്ധരാത്രിയിൽ അരങ്ങേറിയത്. बाहर निकली हैं और वो जरूर मीडिया को संबोधित करेंगी और बताएंगी कि क्या कुछ हुआ है। भारतीय जनता पार्टी कार्यकर्ता हंगामा कर रहे, इस वक्त ममता बनर्जी आपको दिख रही है जो जवाब देंगी उन सवालों का जो भारतीय जनता पार्टी के नेता और कार्यकर्ता। पुलिस इज नॉट वर्किंग अंडर अस. जब से इलेक्शन डिक्लेयर हुआ है, they said they are under the election commission and the super power, some super power is working and pressurizing them, and every day they are calling through video or the meeting or the WhatsApp और उसको चमक देता है, उसको चमकाता है कि आप लोग को पेंडिंग कर, आपको केस लगा देगा, आपको सस्पेंड कर देगा, कुछ नहीं कर पाएंगे. Observer is only there, they don't have any role to play about that. ये भी बोला कोर्ट बोला है तुम्हें अरेस्ट नहीं करोगे, लेकिन उसका बाद में भी बोलता है कोर्ट का ऑर्डर हम नहीं मारेंगे. अरे ऑब्जर्वर तो 2 दिन बाद निकल जाएंगे, लेकिन जो लोग करते हैं उसका ऊपर तो केस चलेगा ना. हम तो कंटेम्प्ट कर दिया. अरे भाई नहीं तो हम क्यों आया है करने का कोशिश तो था ना. क्या किया कल से हमारा तो पता नहीं है. सील किया है, वो तो बैंडेज लगा के रख दिया. बैंडेज तो कभी भी खुल सकता है, वो क्या थोड़ा ही सील है. अरे भाई वही तो मैंने पूछा. पहले ये लोगों ने बोला हमारा पोस्टल बैलेट चला जाएगा बारासात में, लेकिन लास्ट में आरओ ने मेरे को एश्योर किया कि भवानीपुर पोस्टल बैलेट इधर में ही है. लेकिन पहले मेरे को जो जानकारी था कि वो बारासात में जाएंगे. क्यों जाएंगे? अगर जाएंगे किसी को तुमको आपको सेग्रीगेट भी करना है तो जिसका कॉन्स्टिट्यूंसी का है उसको एजेंट को बुलाना चाहिए. ऐसे तो वन साइडेड नहीं किया जा सकता है ना. VR കാർത്തിക് കൂടുതൽ വിവരം നൽകും. കാർത്തിക്, ഈ ബംഗാളിലെ രാഷ്ട്രീയ നാടക നീക്കങ്ങളൊക്കെ അത് പലവട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇത്തവണ കൂടുതൽ രൂക്ഷമാണെന്ന് തോന്നുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് എല്ലാ പാർട്ടികളെയും അറിയിച്ചിട്ടുള്ള പരിപാടിയായിരുന്നു, അത് തരംതിരിക്കലാണ് പോസ്റ്റൽ ബാലറ്റിൻ്റേത് എന്നുള്ളതാണ്. അതിൽ തൃണമൂൽ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഇത്തരത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഔദ്യോഗികമായിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുണ്ടോ തൃണമൂൽ? എൽദോ, എക്സിറ്റ് പോളുകൾക്ക് പിന്നാലെ ബംഗാളിൽ BJPയും തൃണമൂലും പുതിയ പോർമുഖം തുറക്കുകയാണ്. അത് സ്ട്രോങ് റൂമിന്റെ സുതാര്യതയുമായി ബന്ധപ്പെട്ട് ഇന്നലെ തൃണമൂൽ കോൺഗ്രസ് ആണ് ആദ്യം ആരോപണവുമായി രംഗത്തെത്തിയത്. കൊൽക്കത്ത നോർത്തിലെ 7 മണ്ഡലങ്ങളുടെ വോട്ടിംഗ് യന്ത്രങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന നേതാജി സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ ആരോപണം. അവിടെ BJP പ്രവർത്തകർ അകത്ത് കടന്നുവെന്നും വോട്ടിംഗ് യന്ത്രങ്ങളിൽ കൃത്രിമം കാണിക്കാൻ ശ്രമിച്ചു എന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് ആരോപിച്ചത്. ഈ ആരോപണത്തിന് പിന്നാലെ വലിയ പ്രതിഷേധം ഉയർന്നു. മമതാ ബാനർജി അടക്കമുള്ളവർ നേതാജി സ്റ്റേഡിയത്തിലെ സ്ട്രോങ് റൂമിലേക്ക് ഇന്നലെ രാത്രി 8 മണിയോടെ എത്തി. പക്ഷേ മമതാ ബാനർജി അടക്കമുള്ളവരെ ഇവിടേക്ക് കടത്തിവിടാൻ കേന്ദ്രസേന തയ്യാറായില്ല. കേന്ദ്രസേന ചൂണ്ടിക്കാണിച്ചത് കൊൽക്കത്ത നോർത്തിലെ 7 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങളാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ആ മണ്ഡലങ്ങളിൽ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കോ മാത്രമേ അവിടേക്ക് പ്രവേശനം അനുവദിക്കൂ എന്നായിരുന്നു കേന്ദ്ര സേനയുടെ വിശദീകരണം. ഈ വിശദീകരണത്തിൽ മമതാ ബാനർജി തൃപ്തിയായില്ല. മാത്രമല്ല, മമത പ്രതിഷേധം കൂടുതൽ കടുപ്പിക്കുകയാണ് ചെയ്തത്. മമത മത്സരിച്ച ഭവാനിപൂർ മണ്ഡലം ഉൾപ്പെടുന്ന കൊൽക്കത്ത സൗത്തിലെ പോളിംഗ് സാമഗ്രികളും അതോടൊപ്പം തന്നെ വോട്ടിംഗ് യന്ത്രങ്ങളുമൊക്കെ സൂക്ഷിക്കുന്ന
സ്ട്രോങ് റൂമിന് മുന്നിലെത്തിയായിരുന്നു പിന്നീടുള്ള പ്രതിഷേധം. വളരെ ശക്തമായ പ്രതിഷേധമാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി നേരിട്ട് നടത്തിയത്. ഏതാണ്ട് 4 മണിക്കൂറോളം സ്ട്രോങ് റൂമിന് മുന്നിൽ ഇരുന്ന് പ്രതിഷേധിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയായിരുന്നു മമത ഉന്നയിച്ച വിമർശനങ്ങളിൽ അധികവും. ഭവാനിപൂരിലെ സ്ട്രോങ് റൂമിലടക്കം CCTVയുടെ കുറവുണ്ടെന്നും CCTVകൾ അടിയന്തരമായി സ്ഥാപിക്കണം എന്നൊരു ആവശ്യവും മമതാ ബാനർജി ഉന്നയിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ തന്നെ, തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം മുതൽ തന്നെ, പ്രചരണ വേളയിലെല്ലാം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ടുള്ള വിമർശനങ്ങളാണ് മമതാ ബാനർജി ഉന്നയിച്ചത്. ആ വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസവും അത് തുടരുന്നു. അതിൽ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുതാര്യത ഉറപ്പുവരുത്തുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് തുടരുന്നത്. എന്തായാലും BJPയും പ്രതിഷേധവുമായി രംഗത്തെത്തി. മമതയും പ്രവർത്തകരും സഞ്ചരിച്ച തൃണമൂൽ കോൺഗ്രസിന്റെ വാഹനം അവർ തടഞ്ഞു. ഇതാണ് വലിയ വാക്പോരിനും പിന്നീട് നാടകീയ രംഗങ്ങൾക്കും വഴിവെച്ചത്. അതാണ് ബംഗാളിൽ വലിയ നാടകീയ രംഗങ്ങൾക്കാണ് ഇന്നലെ അർദ്ധരാത്രി സാക്ഷ്യം വഹിച്ചത് എന്നുള്ളതിൽ തർക്കമില്ല. VR കാർത്തികാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേർന്നത്. 9 വാർത്തയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനിയും കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.